ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പനീർ റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പനീർ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ പാൻ ഒന്ന് ചൂടായി വന്നാൽ, അതായത് കടായി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഇതിലോട്ട് ഒരു 2 വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ റൈസ് നെയ്യിലാണ് മുഴുവൻ ചെയ്യാൻ പോകുന്നത്. ഓയിലൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നെയ്യൊന്ന് ഉരുക്കി വരട്ടെ. നെയ്യ് ഉരുക്കി വന്നാൽ നമുക്ക് ഇതിലോട്ട് പനീർ, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ റൈസിലെ പനീർ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഫ്ലേവർ വരും നെയ്യൻ്റെയും ആ പനീറും കൂടെ ചേരുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ പനീർ കട്ട് ചെയ്തത് ഞാൻ കുറച്ച് ചെറിയ പീസസ് ആയിട്ടാണ്, ഒരുപാട് ചെറുതല്ല, പക്ഷെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൈസ് ഓരോരുത്തരുടെ ഇഷ്ടം. കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് ഇഷ്ടമെങ്കിൽ മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അല്ല, ഇതിലും ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തിരിച്ചിടാൻ കുറച്ച് പാടായിരിക്കും. കാരണം നമുക്ക് 4 സൈഡും ഒരേപോലെ ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് അത് മാത്രം ഇത്തിരി ക്ഷമയോടെ ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഇളക്കി കഴിഞ്ഞാൽ ചിലത് ഫ്രൈ ആവും, ചിലത് ഗോൾഡൻ ബ്രൗൺ ആവില്ല, ചിലത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ഓരോന്നും ക്ഷമയോടെ തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല ക്ഷമ വേണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ വലിയ പീസസ് ആണെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. അപ്പം ഏതാണോ എളുപ്പം അതുപോലെ ചെയ്യാം. ഞാൻ എന്തായാലും ചെറിയ പീസസ് ആയി കട്ട് ചെയ്തുകൊണ്ട് ഞാൻ നല്ല ക്ഷമയോടെ ഓരോന്നും തിരിച്ച് ഇട്ട് 4 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് ഡാർക്ക് ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് കോരി മാറ്റി വേറൊരു പ്ലേറ്റിലോട്ടാക്കി. നിങ്ങൾ കണ്ടു. ഇനി ഞാൻ അതേ നെയ്യിലോട്ട് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. നമുക്ക് ഇനി ആ ഗരം മസാലയുടെ ഹോൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ പൗഡർ അല്ല ആഡ് ചെയ്യുന്നത്, ഹോൾ സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു 2 വഴണയില ബേ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ 1 ആഡ് ചെയ്ത് കൊടുത്തു. ഇനി കുറച്ചുകൂടെ നമുക്ക് ഒന്നുകൂടെ ഒരു ഇല കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് തക്കോലം, ഒരു 2 തക്കോലം. എൻ്റെ കയ്യിലുള്ള തക്കോലം പൊടിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ ആ ചെറിയ ചെറിയ പീസസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഹോൾ തക്കോലം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, 2 എണ്ണം. പിന്നെ അതിലോട്ട് ഏകദേശം ഒരു 2 ഗ്രാമ്പൂ. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഇത് ഏലക്കയാണ്, കറുത്ത ഏലക്ക. അത് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന്. നമ്മുടെ ഗ്രീൻ കാർഡമം മാതിരി തന്നെ ബ്ലാക്ക് കാർഡമം ഉണ്ട്. അപ്പൊ അതും വാങ്ങാൻ കിട്ടും. അതുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതിന് കുറച്ചുകൂടെ ഫ്ലേവർ വേറെയാണ്. സാധാരണ ഏലക്കയും 3 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറുത്ത ഏലക്ക 1 ആഡ് ചെയ്തു, 3 സാധാരണ ഏലക്ക ആഡ് ചെയ്തിട്ടുണ്ട്. കറുത്ത ഏലക്ക വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, അത് കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. പിന്നെ അതിനൊരു ഫ്ലേവർ വ്യത്യാസമുണ്ട്. അപ്പൊ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം നിർബന്ധമായിട്ടും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധാരണ ഇലക്ക മതി. അതൊന്ന് 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ അതിന്റെ ഫ്ലേവറൊക്കെ ഒന്ന് ആ ചൂട് നെയ്യിലിരുന്ന് ഒന്ന് റിലീസ് ആവട്ടെ. അതിന്റെ കൂടെ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫൈനലി ചോപ്പഡല്ല, അത്യാവശ്യം ചെറിയ പീസസ് ഒക്കെ ഉണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ച് തന്നെയാണ് സവാള. അപ്പം അതും ആഡ് ചെയ്ത് കൊടുത്തു കടായിലോട്ട്. ഇതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വരട്ടെ, അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ഇളക്കുക 2-3 മിനിറ്റ്. അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ ഗ്രേറ്ററിൽ കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ നല്ല ഫൈനലി നമുക്ക് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞിട്ടും കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ പച്ചമുളക്. ഇതിൽ എരിവ് എന്ന് പറയുന്നത് ആകെ പച്ചമുളകും പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മുടെ സാധാരണ മുളക് പൊടി, പച്ചമുളകും കുരുമുളകും മാത്രമേ ഉള്ളൂ ഇതിലോട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മല്ലിപ്പൊടി ഇല്ല, ഗരം മസാല ഇല്ല. നമ്മൾ ഗരം മസാലയായിട്ട് ആഡ് ചെയ്യുന്നത് ആക്ച്വലി ഹോൾ ആയിട്ടാണ്. അപ്പോൾ പച്ചമുളക് ആഡ് ചെയ്തു. ഒന്നുകൂടെ 2-3 സെക്കൻഡ് കൂടെ ഇളക്കി കൊടുക്കുക. പിന്നെ പനീർ റൈസ് ആണ്, പക്ഷെ ഞാൻ ഇതിലോട്ട് ഒരു പനീർ മാത്രം കഴിച്ചാൽ പോരല്ലോ, അതിൻ്റെ കുറച്ച് ഞാൻ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കവും കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതേമാതിരി
1 ടേബിൾ സ്പൂൺ ക്യാരറ്റും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിർബന്ധമില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു പനീർ മാത്രം കഴിക്കുന്നതിന് പകരം അതിലൊരു ചെറിയൊരു ഫ്ലേവർ ചേഞ്ചും കൂടെ വരും. അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കവും ക്യാരറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് ഇളക്കുക, 2 മിനിറ്റ് ഇളക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഫ്രഷ് ആയിട്ട് ഞാൻ മിക്സിയിൽ പൊടിച്ചു വെച്ചതാണ്, അതും ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ ജീരകത്തിന്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഫ്ലേവർ തരും ഇത് നമ്മുടെ പനീർ റൈസിന്. ജീരകത്തിന്റെ പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുക. അതിന്റെ മസാലയൊക്കെ എല്ലാവരുടെയും പിടിക്കട്ടെ. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസിനും കൂടെ ചേർത്തിട്ട് ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്ട്രാ നമ്മൾ അരി വേവിക്കുമ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിലാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നത്. ഓൾറെഡി റൈസ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന റൈസ് ജീരകശാലയാണ്. ബിരിയാണി അരിയാണ് കയ്യിലുള്ളെങ്കിൽ ബിരിയാണി അരി യൂസ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പനീർ, നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച പനീറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ജീരകത്തിന്റെ പൊടിയിലും ഗരം മസാലയിലും ഒക്കെ അതിന്റെ ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പനീറും ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കുക. ഞാൻ പറഞ്ഞില്ലേ, അരി ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം കളഞ്ഞ് ഒരു സ്ട്രെയിനറിൽ കൂടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് വെച്ചിട്ടൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ജീരകശാല അരിയാണ്. അരി ഏകദേശം ഞാൻ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിപ്പം നമ്മൾ സ്ട്രെയിനറിൽ കൂടെ വെള്ളമെല്ലാം കളഞ്ഞ് ബാക്കി അരി മാത്രം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. വെള്ളമെല്ലാം ഞാൻ കളഞ്ഞു സ്ട്രെയിനറിൽ കൂടെ. ഇനി നമുക്ക് നന്നായി ഒന്ന് വെജിറ്റബിൾസിന്റെ ഒപ്പം നന്നായി ഒന്ന് സ്പൈസസും എല്ലാം ഒന്ന് മിക്സ് ആയി വരട്ടെ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി. എല്ലാം ജീരകത്തിന്റെ പൊടി കുരുമുളക് പൊടിയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ആ ക്യാരറ്റും ക്യാപ്സിക്കവും കൂടെ ഒന്ന് വെന്ത് വരും. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കട്ടെ. അതിനുശേഷം ഞാൻ നമുക്ക് തുറന്നിട്ട് ഇതിലോട്ട് ബാക്കി കുറച്ചുകൂടെ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം എന്തായാലും ആവട്ടെ, അതിനുശേഷം ഞാൻ കാണിച്ചു തരാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്നു. നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ പെട്ടെന്ന് വേവും. അപ്പം കണ്ടില്ലേ, റൈസ് നന്നായി എല്ലാം ഫ്ലേവേഴ്സ് ഒക്കെ നന്നായി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയൊരു പുളിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് റൈസിന്. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വേണമെച്ചാൽ കുറച്ചുകൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. പിന്നെ ഇതിലേക്ക് നട്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പനീർ തന്നെ ഹെവിയാണ്, അതുകൊണ്ട് അത് മതിയായിരിക്കും. കുറച്ച് ലെമൺ ജ്യൂസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മേലെ. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേറെ ഫ്ലേവർ തന്നെയാണ്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പനീർ റൈസ്. കണ്ടില്ലേ, നല്ല കളർഫുൾ ആണ്. ആ ക്യാരറ്റും ക്യാപ്സിക്കവും അതിൻ്റെ ഇടയിൽ ആ ഒരു വൈറ്റ് കളർ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീറും എല്ലാം ചേർന്നിട്ട് നമ്മുടെ റൈസ് റെഡിയായി. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയുക, താഴെ കമന്റ് ചെയ്യുക. ആകെ ദിവ്യ മാത്രമേ കമന്റ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു ദിവ്യ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.